നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ പെടുന്ന ഒരു കമ്പനിയെ കുറിച്ചിട്ടാണ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 5000 കോടിയിൽ അടുത്താണ്. അതുപോലെ തന്നെ അതിന്റെ ROEയും ROCയും എന്ന് പറയുന്നത് ഏകദേശം 30-ന് മേളിലാണ്. അതുപോലെ തന്നെ കമ്പനി ഏകദേശം 2021 ശേഷം ലോസിൽ നിന്ന് പ്രോഫിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ ഇൻട്രിൻസിക് വാല്യൂവിനും അതുപോലെ തന്നെ അതിന്റെ ബുക്ക് വാല്യൂവിനും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മികച്ച സാധ്യതകളുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ കമ്പനിയിലോട്ട് പോകാം. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിംഗ്. ട്രേഡ് ഫോർ ലിവിംഗിന്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ആണ്. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് അതിന്റെ ഒരു ഇൻട്രിൻസിക് വാല്യൂവിനും അതുപോലെ തന്നെ അതിന്റെ ബുക്ക് വാല്യൂവിനും താഴെയാണ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 378 ആണ്. എന്നാൽ അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 422 ആണ്. അതുപോലെ തന്നെ ഇൻട്രിൻസിക് വാല്യൂ 2530 ആണ്. ഞാൻ എല്ലാ ഫണ്ടമെന്റൽ ഫാക്ടേഴ്സിലൂടെയും കടന്നു പോകുന്നില്ല, അല്ലെങ്കിൽ റേഷ്യോസിലും കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നോക്കാവുന്നതാണ്. നമുക്കറിയാം screener.in എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ സ്റ്റോക്കിന്റെ PE എന്ന് പറയുന്നത് 1.59 ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 13.6 ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു 5 PE എങ്കിലും ആകുമ്പോൾ സ്റ്റോക്കിന്റെ വില എവിടെ നിൽക്കുമെന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കമ്പനി ലോസിലായിരുന്നു. ഇപ്പോൾ അത് ലോസിൽ നിന്ന് പ്രോഫിറ്റിലോട്ട് വരുന്ന ഒരു കമ്പനി കൂടെയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അതിന്റെ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 5542 ക്രോസ് ആണ്. ഡെപ്റ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് 0.68 ആണ്. അതുപോലെ തന്നെ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 7.18 ക്രോസ് ആണ്. അതിന്റെ EPS എന്ന് പറയുന്നത് 237 ആണ്. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് EPS എന്ന് പറയുന്നത് 266 ആണ്. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോക്കുകൾ ഷോർട്ട് ടേമിന് അല്ലെങ്കിൽ ലോങ് ടേമിന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഈവൻ സ്വിങ്ങിനാണെങ്കിൽ പോലും നമ്മൾ എക്സ്പെക്ടഡ് EPS കറണ്ട് EPSന് മേളിലായിരിക്കണം. എന്നാൽ മാത്രമേ കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നല്ലൊരു വേരിയേഷൻ വരുള്ളൂ. അപ്പോൾ ഈ ഒരു കമ്പനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കറണ്ട് EPS എന്ന് പറയുന്നത് 237 ആണ്. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ക്വാർട്ടർ EPS എന്ന് പറയുന്നത് 266 ആണ്. തീർച്ചയായിട്ടും അതൊരു മികച്ച ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു അപ്സൈഡിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച 1 മന്ത് വോളിയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 13 ലക്ഷത്തിന് മേളിലാണ് കമ്പനിയുടെ 1 മന്ത് വോളിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മികച്ച ഡെലിവറി വോളിയവും കമ്പനി കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വേ ടു വെൽത്ത് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഞാൻ വെബ്സൈറ്റിന്റെ പരസ്യത്തിന് വേണ്ടി എന്നല്ല പറയുന്നത്. നമ്മളെപ്പോഴും പല വെബ്സൈറ്റുകൾ റെഫർ ചെയ്യാറുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നേരത്തെ പറഞ്ഞതുപോലെ സെയിൽസ് ആണെങ്കിൽ 2019 മുതൽ 2023 തീർച്ചയായിട്ടും മികച്ച ഒരു അപ്സൈഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 2020 ലോസിലായിരുന്നു. എന്നാൽ അത് 2021, 22, 23 തീർച്ചയായും അവിടെയും ഒരു അപ്സൈഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലും 2020 അപേക്ഷിച്ചിട്ട് 2023 മികച്ച ഒരു പ്രോഗ്രസ്, ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഒരു കുതിച്ചുചാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീറ്റെയിൽ ഏർണിംഗ്സിലും കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നെഗറ്റീവ് ആയിരുന്നു. തീർച്ചയായിട്ടും അത് പോസിറ്റീവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിന്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഡിസംബർ 2022 അപേക്ഷിച്ചിട്ട് മാർച്ച് 2023 മികച്ചൊരു അപ്സൈഡ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഡിസംബർ 2022 അല്ലെങ്കിൽ സെപ്റ്റംബർ 2022 എന്നീ ക്വാർട്ടറുകളെ അപേക്ഷിച്ചിട്ട് മാർച്ച് 2023 മികച്ച ഒരു അപ്സൈഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിലും ഗ്രോസ് പ്രോഫിറ്റിലും ഞാൻ എല്ലാ റേഷ്യോസിലൂടെയും കടന്നു പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫണ്ടമെന്റലി അത്യാവശ്യം ഓക്കെയാണ്. നമുക്ക് ഇനി അതിന്റെ ഒരു ടെക്നിക്കൽസ് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഡെലിവറി വോളിയം എന്ന് പറയുന്നത് ഡെയിലി വോളിയം എന്ന് പറയുന്നത് 39.5% ആണ്. 23rd ജൂണിലെ വോളിയം വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ വീക്ക്ലി വോളിയം എന്ന് പറയുന്നത് 29.7% ആണ്. മന്ത്ലി വോളിയം എന്ന് പറയുന്നത് 29% ആണ് അതിന്റെ ഒരു മന്ത്ലി വോളിയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മന്ത്ലി വോളിയത്തെക്കാളും കൂടുതലാണ് വീക്ക്ലി വോളിയം. അതുപോലെ തന്നെ അതിനേക്കാളും കൂടുതലാണ് ഡെയിലി വോളിയം. സോ തീർച്ചയായിട്ടും കറണ്ട് സിറ്റുവേഷനും ഓക്കെയാണ്. നമുക്കറിയാം സ്വിംഗ് ട്രേഡിംഗ് നമ്മളെപ്പോഴും നോക്കുന്ന ഒരു ഫാക്ടറാണ്. ഡെയിലി വോളിയം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ആവറേജ് വീക്ക്ലി വോളിയം. അതുപോലെ തന്നെ ആവറേജ് വീക്ക്ലി വോളിയം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ മന്ത്ലി വോളിയം. അതുപോലെ തന്നെ ട്രെൻഡ് ഷുഡ് ബി പോസിറ്റീവ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ട്രെൻഡ് എന്ന് പറയുന്നത് അത്യാവശ്യം അപ്സൈഡാണ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. ട്രെൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മേലോട്ട് പോകുന്നത് തന്നെയാണ് വീക്ക്ലി ട്രെൻഡ്. അതുപോലെ തന്നെ നമുക്കിനി ഡെയിലി ട്രെൻഡ് നോക്കാം.
ഡെയിലി ട്രെൻഡ് തീർച്ചയായിട്ടും മേളിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കണക്കിലെടുക്കുന്ന ഒരു പ്രധാന ഫാക്ടറാണ് ട്രെൻഡ്, സ്റ്റോക്കിന്റെ ട്രെൻഡ്. അപ്പോൾ ഇവിടെ സ്റ്റോക്കിന്റെ ട്രെൻഡ് ഡെയിലി ട്രെൻഡും അതുപോലെ തന്നെ വീക്ക്ലി ട്രെൻഡും അല്ലെങ്കിൽ അവർലി ട്രെൻഡും എല്ലാം തന്നെ പോസിറ്റീവാണ് അല്ലെങ്കിൽ മുകളിലോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ മറ്റു ഫാക്ടേഴ്സ് വളരെ നല്ലതാണ്. ROCE മികച്ചതാണ്, ROE മികച്ചതാണ്. ഈ പറഞ്ഞ പോലെ ROCEയും ROE എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 45% അല്ലെങ്കിൽ 73%, വളരെ മികച്ച ROCEയും ROEയും ഉള്ള ഒരു കമ്പനി തന്നെയാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽസും മികച്ച ടെക്നിക്കൽസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ലെവൽ അത്യാവശ്യം ഒരു മികച്ച എൻട്രി ആയിരിക്കും. ഐ മീൻ ഒരു 370 to 355 മികച്ച ഒരു അക്യുമുലേഷൻ സോൺ തന്നെയായിരിക്കും. ഈവൻ ഇപ്പോൾ നിൽക്കുന്നത് 370സിലാണ്. ഒരു 375 എടുത്താൽ പോലും തെറ്റില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഒരു സ്വിങ്ങിനാണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 370 to 355 റേഞ്ചിൽ കുറേശ്ശെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിപ്പ് മോഡിൽ ഈ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മികച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെയിലി ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ CPR ഇട്ട് നോക്കാം. CPR എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു 355, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 355 റേഞ്ചിലാണ്. അപ്പോൾ ഒരു കുറച്ച് പേഷ്യൻസ് ഉള്ളവരാണെങ്കിൽ ആ ഒരു 355 വരെ ഒരു റീട്രേസ്മെന്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ മുതൽ കുറേശ്ശെ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഒരു 400 അല്ലെങ്കിൽ 403 ആകുമ്പോൾ ഒരു ബ്രേക്ക് ഔട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ നമ്മളെപ്പോഴും കുറച്ച് എന്താ പറയുക, നമ്മുടെ സ്റ്റോക്കുകൾ പെട്ടെന്ന് അങ്ങനെ പെർഫോം ചെയ്യാറില്ല. കുറച്ച് അക്യുമുലേഷൻ സോണിലേക്ക് നമ്മൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ബ്രേക്ക് ഔട്ട് സോണിൽ മികച്ച ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ക്വിക്ക് പ്രോഫിറ്റ് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കഴിയുമ്പോൾ ഈ ഇത്തരം സ്റ്റോക്കുകളിൽ നിന്ന് കിട്ടുക സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ലെവൽസും വളരെ താഴെയാണ്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിന്റെ ഒരു ആനുകൂല്യം നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഫണ്ടമെന്റൽ ഫാക്ടേഴ്സ് ഓക്കെയാണ്, ഡെലിവറി വോളിയം ഓക്കെയാണ്, അതുപോലെ തന്നെ ട്രെൻഡ് ഓക്കെയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ സ്വിംഗ് ട്രേഡിംഗിൽ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നിങ്ങൾ മാർക്കറ്റിൽ പുതുതാണ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ A to Z നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ സ്വിംഗ് ട്രേഡിംഗ്, ദ കംപ്ലീറ്റ് സ്വിംഗ് ട്രേഡിംഗ് എന്ന കോഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. trade4living എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വെബ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ ഇത് വാച്ച് ചെയ്യാം. ഫ്രീ ടൈമിലൊക്കെ ഇത് വാച്ച് ചെയ്യാം. അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പുതുതായിട്ട് ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകുന്ന ഒരു ട്രെയിനിങ് തന്നെയാണ്. അതുപോലെ തന്നെ ആ ട്രെയിനിങ് എടുക്കുന്നവർക്ക് നിങ്ങൾ എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിലോട്ട് ഞാൻ ആഡ് ചെയ്യും. അവിടെ ഒരു 3 month ഒരു മെന്റർഷിപ്പ് കൊടുക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന ലെവലിലോട്ട് എത്തിക്കുന്നത് വരെ ഞാൻ അവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അത് നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉള്ളവർ ആ ട്രെയിനിങ് കോഴ്സ് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 370 to 355 എന്ന് പറയുന്നത് മികച്ച റേഞ്ചാണ്. കുറേശ്ശെ ആഡ് ചെയ്യുക. അതിനുശേഷം 403 കഴിയുമ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വരും. അപ്പോൾ കിട്ടുന്ന ബ്രേക്ക് ഔട്ട് ക്യാൻഡലിന്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം റൈഡ് ചെയ്യാം. അപ്പോൾ 1-2 വർഷം ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ എപ്പോഴാണോ കമ്പനിയുടെ പ്രോഫിറ്റ് ഡിപ്പ് ചെയ്യുന്നത് അതുവരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഒരു ഹാൻഡ്ഫുൾ റിട്ടേൺ തന്നെ കിട്ടും. ഒരുപക്ഷെ സ്വിംഗേഴ്സിനാണെങ്കിൽ ഒരു 10 to 15%, ഇൻ ഷോർട്ട് ടേം ട്രേഡേഴ്സിനാണെങ്കിൽ ഒരു 25 to 30%, ലോങ് ടേം ട്രേഡേഴ്സിനാണെങ്കിൽ 100% അധികം റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനി തന്നെയാണ്. പിക്ക് നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സ്വിംഗ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ BELൊക്കെ എന്താ പറയുക 95 നിന്നും ഇപ്പോൾ 125 ഒക്കെ കഴിഞ്ഞു പോയി. അതുപോലെ പല സ്റ്റോക്കുകളും ഞാൻ എല്ലാം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ @StockFred എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ trade4living എന്ന് സെർച്ച് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും സ്വിംഗ് കോൾസ് ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടിപ്പോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ അനാലിസിസ് നടത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമാകുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.